വളരെ മൃദുവായ ഒരു ഹൽവ പരിചയപ്പെടുത്തുകയാണ്. കണ്ടോ, ഞാൻ ആ പല ഭാഗത്തേക്കും പിടിക്കുന്നത് കാണുമ്പോൾ തൊടുമ്പോൾ തന്നെ നല്ല മൃദുവായ സാധനമാണ്. വീട്ടിലുള്ള 4 ചേരുവകൾ മാത്രം മതി. ഇത് കൂടുതലൊന്നും സാധനങ്ങളൊന്നും വേണ്ട. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ നെയ്യിലൊക്കെ ശരിയാക്കിയത് കൊണ്ട് വളരെ മണവും, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ്. ഈ ബീറ്റ്റൂട്ട് കൊണ്ട് നമുക്കൊരു നല്ലൊരു ഹൽവ ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ വളരെ രക്തം ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല ഓജസ്സും പ്രസരിപ്പും ഉണ്ടാവും. അതുപോലെ ഹാർട്ടിന് നല്ലതാണ്. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുള്ള നല്ലൊരു പച്ചക്കറിയാണിത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതൊന്ന് ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് അടിച്ച് നന്നായിട്ട് നേർത്തെടുക്കണം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സാധനത്തെ ഞാൻ പരിചയപ്പെടുത്താം. നന്നായി അരയണേ. നന്നായിട്ട് അരച്ച് ഇനി അടുത്തൊന്നും പാലാണ്. 1 കവറ് പാലാണ്. ഞാൻ ഈ കവറ് പാല് കാണിച്ചിരിക്കുന്ന അളവിൽ വ്യത്യാസം വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് 1 കവറ് പാലെടുത്തു. തേങ്ങാപ്പാൽ വേണേലും ചേർക്കാവേ. ഇനിയിപ്പോൾ ശർക്കരയാണ്. ഒരു 250 ഗ്രാമോളം വരുന്ന ശർക്കരയാണ് ചേർത്തിട്ടുള്ളത്. കാരണം ബീറ്റ്റൂട്ടിന് സ്വതേ മധുരമുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ 280 ശർക്കരയും 250 തന്നെ വരുന്ന ഒരു ബീറ്റ്റൂട്ടുമാണ്. അത് നന്നായിട്ട് നമുക്ക് അരിച്ച്, എന്നുവെച്ചാൽ പാവ് കാച്ചണം. കാരണം അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ കളഞ്ഞെടുക്കാൻ വേണ്ടി ഒരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ നീര് തെളിയിച്ച് വയ്ക്കുക. ഇപ്പോൾ തന്നെ 3 ഐറ്റം ആയാലും പിന്നെ എടുക്കുന്നത് പച്ചരിയാണ്. അതിനോളം അളവ് വരുന്ന രീതിയിൽ ഞാനൊരു 250 ഗ്രാമോളം വരുന്ന പച്ചരിയാണ് എടുത്തത്. നല്ല പച്ചരി. അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതിനെ നമ്മൾ അതുപോലെ തന്നെ അരച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി എടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ അരച്ച അരിയിലേക്ക് അരച്ച 2 സാധനങ്ങളും കൂടെ നന്നായി ചേർത്ത് നല്ലപോലെ എല്ലാം രണ്ടും ഒന്നേ പോലെ ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട്. അതോടൊപ്പം കഴുകി അതൊക്കെ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല. വെള്ളം ഇച്ചിരൂടൊക്കെ ഒഴിച്ചിട്ട് എല്ലാം ഒരുപോലെ ആക്കിക്കൊണ്ട് പിന്നെ വേണം അടുപ്പിലേക്ക് വയ്ക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏലക്കായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം തൊലി കളഞ്ഞിട്ട് അതിൻ്റെ വിത്തുകൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അത് അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുകയാണെങ്കിൽ വെന്ത അതിൻ്റെ മണം എല്ലായിടത്തേക്കും പിടിക്കും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നല്ലപോലെ റൂം ടെമ്പറേച്ചറിലായിട്ട് അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒന്നിച്ചൊഴിക്കരുത്, കട്ട കെട്ടി കേടാവാനിടയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് അതെല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ അനക്കി കൊടുക്കുക. വീണ്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. പാല് കുറേശ്ശെ വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അതെല്ലായിടവും ഒരുപോലെ ആവുന്ന രീതിയിൽ കുറേശ്ശെ വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടെല്ലാം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ എല്ലായിടവും ഇന്നപോലെ വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. മധുരപ്രിയരാണെങ്കിൽ 250 എന്നുള്ള 300 ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യുടെ സ്ഥാനത്ത് നമുക്ക് വെളിച്ചെണ്ണ വേണേലും ചേർക്കാവുന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ചേർത്താലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷെ നെയ്യ് ചേർക്കുമ്പോൾ ഒരു നല്ല മണവും കൂടാണ്. അപ്പോൾ നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം.
ഞാനൊരു 6 സ്പൂണോളം നെയ്യാണ് ഇതിന് ചേർത്ത് കൊടുത്തത്. ആ സ്ഥാനത്ത് ഒരു 6 സ്പൂൺ മതിയാവും വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ചിക്കി കൊടുക്കുക. എന്നിട്ട് പാത്രത്തിൽ നിന്ന് ഇളകി വരുന്ന പരുവം വരെയും നമ്മളിങ്ങനെ ചിക്കിക്കൊണ്ടേയിരിക്കണം. അതുപോലെ തവിയിൽ നിന്നിങ്ങനെ പറഞ്ഞു വീഴാത്ത ഒരു പരുവമാകുമ്പോഴത്തേക്ക് ഇത് വേവായി. ഉണ്ട്, പാത്രത്തിൽ നിന്ന് ഇളകി തുടങ്ങി. എങ്കിലും കുറേ നേരം കൂടെ വെള്ളം പറ്റാനായിട്ടിടുക. അതുപോലെ ഉരുളിപ്പരുവം ഉണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി നേരത്തെ തന്നെ തീ ഓഫാക്കിയിട്ട് ആ പാത്രത്തിലിട്ട് വീണ്ടും വീണ്ടും ചിക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടി പിടിക്കുകയും പരുവം തെറ്റുകയും ചെയ്യും. നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നോന്ന് നോക്കുക. ചുരുട പറ്റേണ്ടതുകൊണ്ട് അത്രയും നേരം കൂടിയിട്ട് പറ്റിച്ചിട്ട് പിന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നെയ്യ് തടവണം. നെയ്യ് തടവി, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ തടവി. പണ്ട് കാലത്ത് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ അലുവ വരവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം നെയ്യ് ചേർത്തുന്നേ ഉള്ളൂ, വെളിച്ചെണ്ണ ചേർത്ത് ചെയ്താലും മതിയാവും. എന്നിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ അത് എല്ലാം കൂടെ ഒഴിച്ചിട്ട് അതെല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന രീതിയിൽ ഒരു സ്പൂൺ കൊണ്ട് നേരെയാക്കി ഒന്ന് ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിങ്ങനെ അലങ്കരിച്ചതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞതിനകത്ത് 4 ഐറ്റം ആണല്ലോ പറഞ്ഞത്, അതിൽ ഉൾപ്പെടാത്ത സാധനമാണ്. 4 ഐറ്റം എന്ന് പറഞ്ഞപ്പം ബീറ്റ്റൂട്ട്, ശർക്കര, പാല്, അതുപോലെ തന്നെ പച്ചരി. അപ്പോൾ ഈ 4 എണ്ണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനകത്ത് ചേർക്കുന്ന നെയ്യോ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ മസ്റ്റാണല്ലോ അത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ചേർക്കുന്ന സാധനവും നിങ്ങൾക്ക് വേണമെങ്കിലും ചേർത്താൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വെറുതെ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് തണുക്കാൻ അനുവദിച്ചിട്ട് നമുക്കത് മുറിച്ച് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ഇരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കില്ലേ. അതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് വന്ന് പറയണേ. ഒരു പാത്രത്തിലേക്ക് തട്ടി വെച്ചിട്ട് നമുക്കത് ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്, ഗുണവും ഉണ്ട്. അതുപോലെ ഒരുപാട് പണച്ചെലവും ഇല്ല. താങ്ക് യു ഫോർ വാച്ചിങ്. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ കുലുക്കി കൊടുക്കുന്നതിനാണ്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തട്ടുമ്പോൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലാണ്. ഉണ്ടോ, നല്ലതായി. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. സബ്സ്ക്രൈബ് ചെയ്യണേ.